സെപ്റ്റംബർ 1 ഡൽഹി രാംലീല മൈതാനിയിൽ CPI സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9 പദയാത്ര നടത്തും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി ക്യാപ്റ്റനും ലോക്കൽ കമ്മിറ്റി അംഗം ദിവ്യ അനീഷ് വൈസ് ക്യാപ്റ്റനും അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം ഡയറക്ടറുമായാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. വിലക്കയറ്റം തടയുക, യുവജനങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കുക, സാർവത്രിക പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുക, വനിതാ സംവരണ ബിൽ അടിയന്തരമായി നടപ്പാക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കുക, ബാലറ്റ് പേപ്പറും ജനാധിപത്യവും സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുക, ദളിതർക്കും ഗോത്ര വിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ദേശീയ പ്രക്ഷോഭത്തിൽ പ്രധാനമായും ഉയർത്തുന്നത്. ദേശീയ വിഷയങ്ങൾക്കൊപ്പം കയ്പമംഗലത്തെ പ്രാദേശിക വിഷയങ്ങളും പദയാത്രയിൽ ഉയർത്തിക്കാട്ടുമെന്നും നേതാക്കൾ അറിയിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന് നഗരസഞ്ചയ പദ്ധതി പ്രകാരം ലഭിച്ച 3.5 കോടി രൂപ 3 വാർഡുകളിലേക്ക് മാത്രമായി വകയിരുത്തിയെന്നും പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ വാർഡുകൾക്ക് ഫണ്ട് ലഭിച്ചില്ലെന്നും CPI ആരോപിച്ചു. മൂന്നുപിടിക ബീച്ച് റോഡ്, കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ്, ഗ്രാമലക്ഷ്മി റോഡ് തുടങ്ങിയ പഞ്ചായത്ത് ആസ്തിയിലുള്ള ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകയാണെന്നും റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടെന്നും നേതാക്കൾ പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു ആരോപണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതിൽ പഞ്ചായത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ പ്രകാരം 45% ഫണ്ട് ലാപ്സായതായും CPI ലോക്കൽ സെക്രട്ടറി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ MD സുരേഷ്, കൺവീനർ ES സതീശൻ, ട്രഷറർ CA ധർമ്മദാസ്, CPI ലോക്കൽ സെക്രട്ടറി ER ജോഷി, അസിസ്റ്റന്റ് സെക്രട്ടറി PA റഹീം, PH അബ്ദുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.